ഇതാണ് ഓല S1X 4 കിലോ വാട്ട്. ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇതിൻ്റെ വേറെ 2 വേരിയൻസ് ഉണ്ട്. 2 കിലോ വാട്ട് ഉണ്ട്, 3 കിലോ വാട്ട് ഉണ്ട്. ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് മോഡലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ഈ വണ്ടി എടുത്തിട്ട് 2 മാസമായിട്ടുള്ളൂ. 2 മാസം കൊണ്ട് ഞാൻ ഓടിയത് ഒരു 6360 കിലോമീറ്റർ ഓടി 2 മാസം കൊണ്ട്. ഞാൻ പിന്നെ കമ്പനി ആവശ്യങ്ങൾക്ക് വേണ്ടി വണ്ടി യൂസ് ചെയ്യും, അതിനുകൊണ്ടാണ് ഇത്ര ഓടാൻ കാരണം. പിന്നെ ഇതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ പാർക്കിലുള്ളത് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഇത് നോർമൽ മോഡ്, ഇത് എക്കോ മോഡാണെങ്കിൽ ഇപ്പോൾ 92 ബാറ്ററി ഉണ്ട്. 92 ബാറ്ററിയിലാണെങ്കിൽ 156 കിലോമീറ്റർ വരെ നമുക്ക് വണ്ടി ഓടിക്കാം. ഫുൾ ചാർജ് ആണെങ്കിൽ 168 വരെ കിലോമീറ്റർ റേഞ്ച് കിട്ടും. പിന്നെ ഉള്ളത് നോർമൽ മോഡ്. നോർമൽ മോഡാണെങ്കിൽ 132 വരെ ഫുൾ ചാർജിൽ പോകും. ഇപ്പോൾ 123 കിലോമീറ്റർ വരെ കാണിക്കുള്ളൂ. സ്പോർട്ടാണെങ്കിൽ ഫുൾ ചാർജിലൊരു 115 ആ ഒരു ലെവലിൽ. 92 ബാറ്ററി ആണെങ്കിൽ 109 വരെ നമുക്ക് പോവാം. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഇതിന് സ്വിച്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇത് ഡിം ബ്രൈറ്റ്, ഇത് ഇൻഡിക്കേറ്ററാണ്, ഇത് ഹോണ്, ഇത് റിവേഴ്സ് ആട്ടോ. റിവേഴ്സ് പ്രസ് ചെയ്താൽ ഇവിടെ റിവേഴ്സ് എന്ന് കാണിക്കും. അത് വീണ്ടും പ്രസ് ചെയ്താൽ ആ റിവേഴ്സ് പോയിട്ട് നോർമലിലേക്ക് മാറും. പിന്നെ ഇത് ക്രൂയിസ് കൺട്രോളാണ്. പിന്നെ ഇത് നമ്മളെ മോഡ് മാറ്റുന്ന സ്വിച്ചാണ്. ഇത് സെൽഫ്. പിന്നെ ഇതിന് വേറെ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരികയാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ് ഒന്ന് മാറ്റേണ്ടിയുള്ളൂ. അപ്പോൾ ആയിട്ടില്ല, ഇനി ഓടാൻ ചാൻസ് ഉണ്ട് കുറേ. പിന്നെ ഡിസ്ക് അല്ല, ഡ്രമ്മാണ്, അപ്പോൾ വലിയ സേഫ്റ്റി ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നോർമൽ മോഡാണെങ്കിൽ ഒരു 70 വരെ പോകും. എക്കോയിൽ നമുക്ക് 40 വരെ പോകാൻ പറ്റുള്ളൂ, പിന്നെ കയറില്ല. പിന്നെ സ്പോട്ടാണെങ്കിൽ ഒരു 90-95 അതുവരെ സ്പോട്ടിൽ പോയിട്ടില്ല വെച്ചാൽ അതിൻ്റെ എത്രയാണ് ടോപ്പ് എൻഡ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒരുപാട് സ്ഥലമുണ്ട്. 2 ഹെൽമെറ്റ് തന്നെ ഇതിൽ പോകും. ഇതിലിപ്പോൾ ഒന്നുമില്ല. ഇതിലിപ്പോൾ ടീഷർട്ട് ഉണ്ട്, പിന്നെ റെയിൻ കോട്ട്, പിന്നെ ഒരു ബോട്ടിലും അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു തടിയുള്ള ആളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ സീറ്റ് അടിയിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതാണ് അതിൻ്റെ ചാർജിങ് പോയിന്റ്. ഇത് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ മുകളിലോട്ട് പൊന്തി വരും, ഇത് ചാർജ് ചെയ്തെടുക്കുക. ഇത് ചാർജ് ചെയ്യാൻ ഏകദേശം 7 മണിക്കൂർ വേണം ഫുൾ ചാർജ് ആണെങ്കിൽ. ഞാനൊരു 24-25 ആകുമ്പോൾ ഏകദേശം ചാർജ് ചെയ്യും. അതിൽ കുറേ കാത്തിക്കില്ല. അതിൽ കുറഞ്ഞാൽ പിന്നെ ബാറ്ററിക്ക് തന്നെ അതിൻ്റെ ഹെൽത്തിനുള്ള ഇഷ്യൂ വരും. ഒരു 24 ആകുമ്പോഴത്തേനും ഏകദേശം ചാർജ് ചെയ്യും. പിന്നെ ഇതിന് ഹബ് മോട്ടറാണ് ഇതിന് വരുന്നത്. മറ്റേ ആദ്യമിറങ്ങിയ വണ്ടീൻ്റെ പോലെയല്ല, ഇതിന് ഇപ്പോൾ ഇറങ്ങുന്നത് ഇങ്ങനത്തതാണ്. അപ്പോൾ ഇറങ്ങുന്നതല്ല, ഈ ഒരു മോഡലിന് ഇങ്ങനത്താണുള്ളത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ വേറൊരു മോഡലൊക്കെ ഇറങ്ങിയാണ് 3rd ജനറേഷൻ ആയിട്ട്, 320 കിലോമീറ്ററൊക്കെ റേഞ്ച് ഇട്ട്, അത് വേറെ ഉണ്ട്. ഇതിന് പിന്നെ സെൻട്രലിൽ മറ്റോ കുറ്റി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക മാറ്റ് ഉണ്ടാവില്ല, 2 ഹെൽമെറ്റ് ഉണ്ടാവും. ഹെൽമെറ്റ് പപ്പടം പോലത്തെ 2 കിട്ടും, അതിനുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ മാറ്റ് നമ്മൾ വേറെ വാങ്ങിയിട്ടാണോ, ഞാൻ വേറെ ഒന്ന് വാങ്ങിയിട്ടിരുന്നു, പക്ഷെ അത് നായി അടിച്ചിട്ടുണ്ടോ, ഇനിയിപ്പോൾ വേറെ വാങ്ങണം. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടാക്കിയാൽ ഈ ലൈറ്റ്, ഇതിൻ്റെ ബോർഡറിലുള്ള ലൈറ്റ് അതാണ്. ഈ ബോർഡറിലുള്ള ലൈറ്റ് കത്തുക, അത് വെറുതെ ഷോക്ക് വെച്ചാൽ ഇത് കാക്ക കുറേട്ടോ, വണ്ടി വാഷ് ചെയ്തില്ല. അപ്പോൾ ഇത് വെറുതെ ഷോക്ക് വേണ്ടി വെച്ചതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കും. മറ്റേ ഫസ്റ്റ് ഇറങ്ങിയ മോഡലിനൊക്കെ ഇവിടെ ഒരു കവറിങ് ഉണ്ട്, അതൊന്നും ഇത് കണ്ടിട്ടില്ല. അതന്നെ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ്.